എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെന്റിന്റെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ നിർബന്ധമായും കാണുക. സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യം അടിച്ചാൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയുന്ന വാർത്തകൾ. +1 അലോട്ട്മെന്റ് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ നിർബന്ധമായും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാത്തവർ കാണുക. സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽ വിവരങ്ങളാണ് പറയുന്നത്. നമ്മൾ ആ ടൈം ആകുമ്പോൾ എന്തായാലും വീടും. പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ദൈനംദിന ദിവസങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണ്. അപേക്ഷ നിലവിലിപ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ജൂലൈ 5-ന് ശേഷം നമ്മൾ ജൂലൈ 5-ന് ശേഷം ഈ അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പ്രത്യേകമായിട്ട് നോട്ടിഫിക്കേഷനാണ് വിളിക്കുന്നത്. ജൂലൈ 5-ന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിന് കാര്യം, ജൂലൈ 3-ന് വൈകിട്ട് 4 മണി വരെ, ജൂലൈ 3 അല്ലെ വൈകിട്ട് 4 മണി അല്ലെങ്കിൽ 5 മണി വരെയാണ് തേർഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ നടക്കുന്നത്. ജൂലൈ 3-ന് വൈകിട്ട് 4 അല്ലെങ്കിൽ 5 മണി വരെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിക്കുക. അപ്പോൾ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങൾ ആ സമയത്ത് നിങ്ങളെ ഞാൻ കൃത്യമായ രീതിയിൽ ധാരണ ചെയ്യും. ഞാൻ അതിലേക്കൊന്നും വലിയ രീതിയിലേക്ക് അങ്ങനെ പോകുന്നില്ല. അത് ആ ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയവർക്ക് അപേക്ഷിക്കാം. ഒന്നാമത്തെ കൂട്ടരിവിലാണ്. മുഖ്യഘട്ടത്തിലെ അലോട്ട്മെന്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാതെ പോയത്. മുഖ്യഘട്ടത്തിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു, പക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, സീറ്റ് കിട്ടിയില്ല. സെക്കൻഡ് വന്നു, സീറ്റ് കിട്ടിയില്ല. അതുപോലെ തേർഡ് അലോട്ട്മെന്റ് വന്നു, സീറ്റ് കിട്ടിയില്ല. ഈ 3 അലോട്ട്മെന്റിലും പ്രവേശനം ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അപേക്ഷിക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് അപേക്ഷിക്കാം. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം, ഇപ്പോൾ SLCക്കൊക്കെ സേ വന്നത് കാരണം, സപ്ലി വന്നതൊക്കെ കാരണം ഒക്കെ എന്താണ് ഇപ്പോൾ സേ പരീക്ഷയുടെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആ മുഖ്യഘട്ട അലോട്ട്മെന്റിനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ അവസരമുണ്ട്. പുതിയതായി ഒരു അപേക്ഷ സമർപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നത് മൂലം ലഭിച്ച അലോട്ട്മെന്റ് നിങ്ങൾക്ക് നിരാകരിക്കപ്പെട്ടു പോയ വിദ്യാർത്ഥി ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയത് കാരണം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്, അലോട്ട്മെന്റ് ലഭിക്കും, പക്ഷേ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് കാരണം എന്ത് പറ്റും, നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് റദ്ദാക്കി പോകും. ഇപ്പം നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പം അവിടെ വേരിഫിക്കേഷൻ ഉണ്ട്. ഈ വേരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ അപേക്ഷയിലെ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ തരുള്ളൂ. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയത് കാരണം ലഭിച്ച സീറ്റ് നിരാകരിക്കപ്പെട്ടു പോയവർക്കും ഈ അലോട്ട്മെന്റിൽ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകാൻ അവസരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത് മൂലം ഒരുപാട് നമ്മൾ പറയുന്നതാണ്, നിങ്ങളുടെ അപേക്ഷ എന്ത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാലും അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. ഈ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്തത് കാരണം മുഖ്യഘട്ട അലോട്ട്മെന്റിനായി പരിഗണിക്കപ്പെടാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇപ്പം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ്, നിങ്ങൾ അപേക്ഷ എല്ലാം എഡിറ്റ് ചെയ്യും, അപേക്ഷ എല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കും, പക്ഷേ ഐ ഡിക്ലറേഷൻ എന്ന ബോക്സ് ടിക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ നൽകില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആവൂല, ഫൈനൽ സബ്മിഷൻ ആവൂല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് ഔട്ടാകും, നിങ്ങളെ പുറത്താക്കും. ഇത്രയും കൂട്ടർ വിദ്യാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷ സമർപ്പിക്കാം. പിന്നെ എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങളിൽ ഞാൻ അധികം ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല. ടൈം ആകുമ്പോൾ ഡീറ്റെയിൽ സർക്കുലർ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഓരോ വാചകവും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എല്ലാ തവണയും ചെയ്യുന്ന പോലെ വായിച്ചു തരാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ വിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.